വേറെ ഏതൊരു വിഷയം പറഞ്ഞത്? പി വി അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പി വി അൻവർ അദ്ദേഹം കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ച സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം CPM-ൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ആളെന്നല്ല, എന്നാൽ CPM-ൻ്റെ ഭാഗമായ ഒരു സ്വതന്ത്ര MLA ആണ്. CPM-ൻ്റെ സീറ്റാണ് ആ സ്വതന്ത്ര MLA-ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അൻവർ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗമാണ്. സാധാരണ നിലയിൽ ഇതൊരു വിഷയം വന്നാൽ പക്ഷേ അദ്ദേഹം ഒന്നുകിൽ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിക്കാം. അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ അതറിയിക്കാം, പാർട്ടി അറിയിക്കാം. മുഖ്യമന്ത്രി അദ്ദേഹമായിട്ട് വളരെ സൗഹൃദ ബന്ധത്തിലാണ്. മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് അറിയിക്കാം. ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം ചെയ്ത കാര്യം പരസ്യമായി ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സാങ്കേതിക പ്രശ്നം നോക്കാതെ ഒരു MLA കൂടിയായ അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. അന്വേഷിക്കാമെന്ന് പരസ്യമായി പറഞ്ഞു. അന്വേഷണത്തിലുള്ള സംവിധാനവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ADGP-ക്കെതിരായ ആരോപണം ഉൾപ്പെടെ വന്നു ചേർന്നതുകൊണ്ട് DGP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. അവരെ അന്വേഷണ റിപ്പോർട്ട് വരണ്ടേ? 1 മാസം തികഞ്ഞെന്നിപ്പോൾ പറയുന്നുണ്ട്. 1 മാസമാണ് ഇതിൻ്റെ കാലാവധി കൊടുക്കേണ്ടത്. 1 മാസം തികഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും ഉടനെ റിപ്പോർട്ട് ലഭിക്കേണ്ടതാണ്. ഉടനെ റിപ്പോർട്ട് കിട്ടും എന്നാണ് ഞങ്ങളെല്ലാം അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്ത് ഒരു ഭരണാധികാരിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ഒരു പ്രശ്നത്തിൻ്റെ മേലെ പ്രകാരം നമ്മൾ ഈ വിജിലൻസ് മാനുവലൊക്കെ പരിശോധിക്കുമ്പോഴേ ഈ പ്രഥമദൃഷ്ട്യാ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അന്വേഷണം അങ്ങനെ ചില കേസ് അങ്ങനെ എടുക്കാം. എല്ലാ കേസിനും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ചില കേസ് ഇപ്പം മലപ്പുറം SP-ൻ്റെ പേരിൽ നടപടിയെടുത്തില്ലേ? പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.